നമസ്കാരം. ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂമുഖത്തിലേക്ക് ഇന്ന് നമുക്ക് കെ മുരളീധരൻ നായർ അതിഥിയായുണ്ട്. അദ്ദേഹം വാസ്തു ആചാര്യനാണ്, വാസ്തുശാസ്ത്ര വിജ്ഞാന പീഠത്തിൻ്റെ പ്രസിഡന്റാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്ഥപതിയും കൂടെയാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾ 2-3 ആളുകൾ ചോദിച്ചിട്ടുള്ള നമ്മുടെ പല എപ്പിസോഡിലും കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ വീട്ടിൽ വാതിലുമായി ബന്ധപ്പെട്ട്. അതായത് പ്രധാന വാതിലുമായി കഴിഞ്ഞ് നമ്മൾ ചുറ്റുമതിലുണ്ട്. ഈ ചുറ്റുമതിലിലെ വാതിൽ ഗേറ്റ് എന്നുള്ളത്. അപ്പോൾ 2 ഗേറ്റ് ചില വീടുകളിലൊക്കെ വരാറുണ്ട്. നമ്മൾ വാതിൽ നേരെ ഒരു ഗേറ്റ് വയ്ക്കും, അത് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. വാതിലിൻ്റെ ആ ഗേറ്റിന് സമീപത്ത് ലെഫ്റ്റിലോ റൈറ്റിലോ ആയിട്ട് വാഹനം കയറി വരുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ പല വീടുകളിലും കാർ ഷെഡ് ഇല്ലെങ്കിലും വാഹനം കയറി വരാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഗേറ്റ് ക്രമീകരിക്കുന്ന രീതി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഒരു ഗേറ്റ് 2 ഗേറ്റുകൾ ഒരു വീട്ടിലാകാമോ, അങ്ങനെ അതിന് അനിവാര്യതയുണ്ടോ, ഒരു വലിയ ഗേറ്റ് പോരെ എന്നുള്ള, അല്ലെങ്കിൽ ഒരു ചെറിയ വാഹനം ഇല്ലെങ്കിൽ ഒരു ചെറിയ ഗേറ്റ് എന്നുള്ള രീതിയിലേക്ക് മതിയോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇപ്പോൾ കിഴക്ക് ദർശനം വയ്ക്കുന്നൊരു വീടാണ്. അപ്പോൾ അവർക്ക് തെക്ക് കിഴക്കേ മൂലഭാഗത്താണ് അഗ്നികോണാണ് വാഹനകാരൻ ശുക്രൻ്റെ ആധിപത്യമുള്ള ഭാഗമാണ്. തെക്ക് കിഴക്കാണ് ആദ്യമായിട്ട് കാർ പോർച്ചിന് സ്ഥാനം. അപ്പോൾ വീടിനോട് ചേർക്കാതെ തന്നെ പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് ഒരു കാർ പോർച്ച് തെക്ക് കിഴക്കേ മൂലഭാഗത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വടക്ക് കിഴക്കേ മൂലഭാഗത്തൂടെ കറങ്ങിയെടുത്ത് ഇവിടെയൊക്കെ വണ്ടി കയറ്റാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് വീടുകളുണ്ടാവും, ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വരുമ്പോൾ ഒരു ഗേറ്റ്, ചെറിയൊരു ഗേറ്റ് ആൾക്കാർ പോകാനും എടുക്കാനെല്ലാം കറക്റ്റ് എൻ്റെ വീടിൻ്റെ മദ്യം എടുത്ത് ചെറിയ ഗേറ്റ് വടക്കോട്ട് മാറ്റി കൊടുക്കുക. ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് കാർ പോർച്ച് കയറാൻ വേണ്ടി മാത്രം ഒരു വലിയൊരു കാർ ഇറങ്ങാൻ വേണ്ടി ഒരു ഗേറ്റ് കൊടുക്കാൻ തടസ്സമില്ല. എന്നാൽ വാഹനം തുറക്കാനും അടയ്ക്കാനും വേണ്ടി ഇറങ്ങാനും എടുക്കാനും വേണ്ടി അത് ഉപയോഗിക്കാവൂ. ഇത് നമുക്ക് എപ്പോഴും തന്നെ ആൾക്കാർ പോകാനും എടുക്കും. അല്ലാതെ 2 കൂടെ എപ്പോഴും തുറന്നിടുന്നത് സമ്പത്തിനെ ബാധിക്കും. ആ ഒരു വ്യവസ്ഥയിലാണ് നമുക്കങ്ങനെ ചെയ്യുന്നത്. ഏത് തടസ്സമില്ല. പ്രധാനപ്പെട്ട വാതിലിന് നേരെ ഒരു വാതിൽ കൊടുക്കരുത്. അല്പം കിഴക്കാണെങ്കിൽ അല്പം വടക്കോട്ട് മാറ്റി കൊടുക്കണം. പണ്ടത്തെ തച്ചുരമായിട്ടുള്ള കൂരപ്പണി അന്നത്തെ അതൊക്കെ നേരെ അത് നേരെ കൊടുക്കുക. ആ കണക്ക് വേറെ ഈ കണക്ക് വേറെ. കോൺക്രീറ്റ് വീടിന് അങ്ങനെ ചെയ്യരുതെന്ന് അർത്ഥം. ഇപ്പോൾ ഈ എപ്പോഴും തന്നെ പിന്നെ അത് കിഴക്കാണെങ്കിൽ, തെക്കാണെങ്കിൽ തെക്കിൻ്റെ ഇത് വേണമെങ്കിൽ തെക്കിൻ്റെ നമുക്ക് പ്രധാനപ്പെട്ട ഡോറ് തന്നെ നിൽക്കുന്നത് തെക്കിൻ്റെ മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് മാറിയായിരിക്കും. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുള്ളത്, കന്നിയിൽ നമുക്ക് എന്തായിരുന്നാലും അവിടെ ഗേറ്റ് ഇടാൻ പറ്റില്ല. അവിടെ ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് തന്നെ ആയിരിക്കണം ഗേറ്റ് കൊടുക്കേണ്ടത്. അതായത് തെക്കിൻ്റെ മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് മാറി തന്നെയാണ്. പ്രധാനപ്പെട്ട വാതിലും അങ്ങനെ തന്നെ വരും, ഗേറ്റും അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ പടിഞ്ഞാറിനാണെങ്കിലും പടിഞ്ഞാറിൻ്റെ മദ്യം എടുത്തിട്ട് കന്നിയിലെ ഭാഗത്തേക്ക് നമുക്ക് ഗേറ്റ് കൊടുക്കാൻ പറ്റില്ല. അത് മദ്യം എടുത്തിട്ട് വടക്കോട്ട് മാറി തന്നെ ആയിരിക്കണം നമ്മുടെ ഗേറ്റ് വരേണ്ട ഭാഗം. അടുത്ത് പിന്നെ വടക്ക് ഭാഗമാണ്. വടക്കാണെങ്കിൽ നമുക്ക് 2 ഭാഗത്തും കൊടുക്കാൻ തടസ്സമില്ല. വടക്കാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം ശരിക്കും എന്താണ്, വായുകോണാണ്, ചന്ദ്രൻ്റെ ദിക്കാണ്, കാർ പോർച്ചിൻ്റെ സ്ഥാനമാണ്. അവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു കാർ പോർച്ച് ചെയ്യണമെങ്കിൽ ആ ഭാഗത്ത് ഒരു വലിയ ഗേറ്റ് കൊടുത്ത് വണ്ടി കയറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞു പോലെ ചെറിയൊരു ഗേറ്റ് വടക്കിൻ്റെ മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് മാറ്റി ചെറിയൊരു ഗേറ്റ് കൊടുക്കാം. ഈ രീതിയിൽ ക്രമീകരിക്കണം. ഗേറ്റുകൾ ഈ രീതിയിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഈ പ്രത്യേകം നിങ്ങൾ ഈ എപ്പിസോഡ് കാണുകയും കൂടെ ചെയ്യണം. എങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ അത് പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ പറ്റുള്ളൂ. മറ്റൊരു കാര്യമാണ് നമ്മൾ ഈ ചെടികൾ വയ്ക്കുന്നത്, കുളം നിർമ്മിക്കുന്നത് വീടിൻ്റെ മുൻവശത്ത്. അതുപോലെ താമര കുളം അങ്ങനെയാണല്ലോ, പീനി എല്ലാം കൂടെ ഒക്കെ ചേർത്തുള്ള സ്ഥലം. ഇത് ഈ നമ്മുടെ തെക്ക് കിഴക്ക് പടിഞ്ഞാറ് മൂല, നമ്മൾ അതായത് കന്നിമൂലയിലാകാമോ, അതുപോലെ കന്നിമൂലയിൽ എന്തൊക്കെ ചെടികൾ വെക്കാം എന്നുള്ള, അല്ലെങ്കിൽ കന്നിമൂലയിൽ ചെടി വെക്കാമോ എന്നുള്ള ഒരു സംശയം പ്രധാനമായിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും തന്നെ ഒരു എപ്പിസോഡ് പോകുമ്പോൾ കന്നിമൂലയെ ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻ വരും. അതെ, സ്വാഭാവികം. ഇപ്പോഴേ എൻ്റെ കൂടെ പിന്നെ ഈ അടുത്ത കാലത്ത് ഒരു ഫാമിലി വന്ന് പ്ലാനൊക്കെ തന്നു. ഞാൻ നോക്കി കൊടുത്ത് പറയുമ്പോൾ, സാർ ഞങ്ങൾ കന്നിയുടെ ഭാഗത്ത് സ്വല്പം ഒന്ന് പൊക്കിയിടാം. ഞാൻ പറഞ്ഞു, കന്നിയുടെ പൊക്കിയിടേണ്ട യാതൊരു കാര്യവുമില്ല. ഈ പല ആൾക്കാരും തന്നെ കന്നിമൂലം കുറച്ച് മണ്ണൊക്കെ ഇട്ട് പൊക്കിയിട്ട് ഒരു പൂച്ചട്ടിയൊക്കെ എടുത്ത് വെച്ച് എന്തിനാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തെക്ക് പടിഞ്ഞാറ് മൂല കന്നിമൂല ഭാഗം അവിടെ മറ്റുള്ള ഭാഗത്തൊക്കെ താടരുത്. അവിടുത്തെ മഴവെള്ളം മറ്റുള്ള ഭാഗത്തെ ഒലിച്ചു വരണം. അതായത് മറ്റുള്ള ഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ച് വേണമെങ്കിൽ പൊക്കിക്കോ, 1/2 ഇഞ്ചോ 1 ഇഞ്ചോ, അല്ലാതെ അവിടെ ഒരിക്കലും തന്നെ പൊക്കേണ്ട കാര്യമേ ഇല്ല.
തെക്ക് പടിഞ്ഞാറേ മൂലഭാഗം ഒന്ന് താഴ്ക്കരുത്, മറ്റുള്ള ഭാഗങ്ങൾ കെട്ടി താന്ന് നിൽക്കരുത്, അത്ര മാത്രമേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. അവിടെ ഒരിക്കലും തന്നെ ഒരു വാട്ടർ ഫൗണ്ടൻ കൊടുക്കാനോ ഒരു ഒരു പോട്ട് കൊടുക്കാനോ ഒന്നും പാടില്ല. അവിടെ നമുക്ക് ശരിയായിട്ട് പറഞ്ഞിരുന്നാൽ നല്ല മനസ്സിന് ഇണങ്ങിയ നല്ല പൂക്കളൊക്കെ നടാം. പൂക്കൾ, അതായത് പൂക്കുന്ന ചെടികൾ നടാം. ഇവിടെ തുളസി ഒഴിവാക്കുക. തുളസിയെല്ലാം വൈഷ്ണവമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസാണ്. അത് ഞാൻ പറഞ്ഞു നേരത്തെ നിരതി കോണാണെന്നൊരു കാര്യം, രാഹുവിൻ്റെ സ്ഥാനമാണ് തുളസി നമ്മൾ സാധാരണ അവിടെ കഴിയുന്ന ഒഴിവാക്കും. വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തൊക്കെയാണ് തുളസി ഏറ്റവും പടിഞ്ഞാറ് ഭാഗം കുഴപ്പമൊന്നുമില്ല. ഇത് രാഹുവിൻ്റെ സ്ഥാനം മാത്രമല്ല, ഇത് നിരതി കോണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണക്ക് ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് അവിടെ അത് വേണ്ട എന്ന് പറയുന്നത്. തുളസി വൈഷ്ണവമായിട്ടാണ് ഏറ്റവും കൂടുതൽ വൈഷ്ണവം, ശൈവം വൈഷ്ണവം. അതുകൊണ്ട് ആ കണക്കിൽ പറയുന്നത്. വെള്ളം കെട്ടി നിർത്താൻ പാടില്ല, ഒരിക്കലും വെള്ളം കെട്ടി നിർത്താൻ പാടില്ല. പിന്നെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് മരങ്ങൾക്ക് മരങ്ങൾ നിൽക്കുന്ന ഒരു കുഴപ്പം, നമ്മൾ വീട് വയ്ക്കുമ്പോഴേ തെക്ക് പടിഞ്ഞാറ് പോലെ കന്നിമൂല ഭാഗത്ത് ഒരു മാവോ പിലാവ് അതവിടെ നിന്നുകൊണ്ട് പോട്ടെ, അതിന് ഒരു തടസ്സമില്ല, അതിനൊന്നും മുറിച്ച് കളയേണ്ട കാര്യമേ ഇല്ല. ഒന്നുമില്ല. പ്രത്യേകിച്ച് കറയുള്ള മാവായാലും പിലാവായിരുന്നാലും കറയുള്ള വൃക്ഷങ്ങളുണ്ട്, അതൊന്നും ഒരിക്കലും നല്ലതേ ഉള്ളൂ. പടിഞ്ഞാറ് തെക്ക് ഭാഗത്ത് നമുക്ക് ഒരുപാട് വൃക്ഷങ്ങൾ പണ്ടത്തെ ഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പുളി തെക്ക് നടാം. പക്ഷേ പുളി തെക്ക് നട്ട ഒരു പ്രത്യേകതയാണ്, അതിൻ്റെ പേര് വന്ന് പിന്നെ അത് വേറെ പ്രശ്നം ഉണ്ടാവില്ലേ. അതുകൊണ്ട് ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പേരാല് എന്ന് പറഞ്ഞാൽ കിഴക്ക് നടാൻ പറഞ്ഞിട്ടുണ്ട്, അരയാല് പടിഞ്ഞാറ് നടാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടും നടാൻ പറ്റുമോ? ഇതൊക്കെ കുറേ വളരുമ്പോൾ ഇതിൻ്റെ വീട് കൊടുത്തുകൊണ്ട് പോകും. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചില കാര്യങ്ങൾ നോക്കി ചെയ്യണം. ചോലവൃക്ഷങ്ങൾ ഇപ്പോൾ പടിഞ്ഞാറ് നമുക്കൊരു ചോലവൃക്ഷം നടാൻ ഉച്ച കഴിഞ്ഞാൽ സൂര്യൻ പടിഞ്ഞാറുണ്ട്. അപ്പോൾ സൂര്യൻ്റെ അതിശക്തമായ ആ വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ചോലവൃക്ഷങ്ങൾ പടിഞ്ഞാറോട്ട് നടണമെന്ന് പറയുന്നത്. രാവിലത്തെ പോസിറ്റീവ് എനർജി ആയിട്ടുള്ള എനർജി നമുക്ക് സൂര്യകിരണങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് പൊക്കം കുറഞ്ഞ വൃക്ഷങ്ങൾ കിഴക്ക് ഭാഗത്ത് നടാൻ പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ പണ്ട് ശാസ്ത്രവിധികളുണ്ട്. ആ ഒരു സംശയം കൊണ്ട് ചോദിച്ചിട്ടുള്ളത്, നമ്മൾ അത് ഇപ്പോൾ പലരും നടുന്നില്ലല്ലോ, ചെടിച്ചട്ടിയല്ലേ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കന്നിമൂലയിൽ കുഴിക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പം അങ്ങനെ ചെടിച്ചട്ടി കൊണ്ടുവയ്ക്കാമോ എന്നുള്ളൊരു വയ്ക്കാം, എന്ത് കുഴപ്പമില്ല, അതൊന്നും വരിക. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവിടെ കൊണ്ട് ഒരുപാട് പൊക്കേണ്ട കാര്യമില്ല, അവിടെ താഴരുത്. ഇനിയാണ് അതിൻ്റെ ഈ താമരയുടെ കാര്യം. താമര കുളങ്ങൾ, റെഡിമെയ്ഡ് കുളങ്ങൾ വെക്കുന്നുണ്ട്, അതൊക്കെ ഇല്ല. നമുക്ക് ഒരു വെള്ളമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും തന്നെ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും നല്ലതല്ല, ഒരിക്കലും നല്ലതല്ല. അതൊക്കെ നമുക്ക് വെള്ളമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാം വടക്ക് കിഴക്ക് ഭാഗത്ത് മാത്രമാണ്. വടക്ക് കിഴക്ക് ഭാഗത്ത് തീർച്ചയായും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ഗേറ്റിൻ്റെ കാര്യം, അതുപോലെ ഫ്രണ്ടിൽ പ്രത്യേകിച്ച് കന്നിമൂലയിൽ വയ്ക്കുന്ന ചെടികളും അതുപോലെ ഫ്രണ്ടിൽ എന്തൊക്കെ ചെടികളൊക്കെ ആകാമെന്നുള്ളത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളാണ്. എന്തായാലും അതൊക്കെ ഈ എപ്പിസോഡ് കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ, നിങ്ങൾ പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഈ ചാനൽ നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങളും വീടിൻ്റെ വാസ്തു സംബന്ധമായിട്ടുള്ള ഏത് കാര്യം നിങ്ങൾക്ക് വളരെ ശാസ്ത്രീയപരമായ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് മറുപടി നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലും ഇതിനകത്ത് സംശയങ്ങളൊന്നും വെച്ചുകൊണ്ട് തന്നെ വീട് നിർമ്മാണമായിട്ട് പോകേണ്ടതില്ല എന്നൂടെ ഈ ഒരു എപ്പിസോഡ് പറയുകയാണ്. നമ്മൾ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം.